ഹലോ ഫ്രണ്ട്സ്, തമർ കവി സംവിധാനം ചെയ്ത 2025 റിലീസായ മലയാള മൂവിയാണ് സർക്കിട്ട്. UAE-യിൽ താമസിക്കുന്ന ബാലു സ്റ്റെഫി എന്നീ മലയാളി ദമ്പതികളെയും അവരുടെ മകൻ ജപ്പുവിനെയും പരിചയപ്പെടുത്തുന്നതിലാണ് സിനിമ ആരംഭിക്കുന്നത്. ജപ്പുവിന് ADHD എന്ന ഡിസോർഡർ ഉണ്ട്. ഇത് അവരുടെ ദൈനംദിന ജീവിതത്തിലും കുടുംബ ബന്ധങ്ങളിലും ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ ഈ ഭാഗത്ത് കാണിക്കുന്നു. നേഴ്സായ സ്റ്റെഫിയും ഫിനാൻസ് രംഗത്ത് ജോലി ചെയ്യുന്ന ബാലുവും ജപ്പുവിൻ്റെ അമിതമായതും പലപ്പോഴും വാശിയേറിയതുമായ സ്വഭാവം കാരണം പ്രൊഫഷണൽ ജീവിതവും കുടുംബജീവിതവും ഒരുമിച്ച് കൊണ്ടുപോകാൻ പാടുപെടുന്നു. അവൻ്റെ അവസ്ഥ പൂർണ്ണമായി മനസ്സിലാക്കാനും അത് നേരിടാനും അവർക്ക് കഴിയാതെ വരുമ്പോൾ അവർക്കിടയിൽ പിരിമുറുക്കങ്ങളും വഴക്കുകളും ഉണ്ടാകുന്നു. അവർ ജോലിക്ക് പോകുമ്പോൾ ജപ്പുവിനെ മുറിയിൽ പൂട്ടിയിടുന്നത് അവരുടെ നിസ്സഹായതയും നിരാശയും എടുത്തു കാണിക്കുന്നു. രണ്ടാമതായി അമീറിനെ പരിചയപ്പെടുത്തുന്നു. നാട്ടിലുള്ള അമ്മയെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെ ഗൾഫിൽ ജോലി തേടിയെത്തിയ ഒരു മലയാളി യുവാവാണ് അമീർ. ജോലിയില്ലാത്ത അവസ്ഥയും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും അയാൾ അവിടെ നേരിടുന്നു. ജപ്പുവിൻ്റെ കുടുംബത്തിൻ്റെയും അമീറിൻ്റെയും വെവ്വേറെയുള്ള ബുദ്ധിമുട്ടുകൾ ആദ്യ പകുതിയിൽ കാണിക്കുന്നു. അമീറും ജപ്പുവും അപ്രതീക്ഷിതമായി കണ്ടുമുട്ടുന്നതാണ് സിനിമയിലെ വഴിത്തിരിവ്. ഇത് അവരുടെ പൊതുവായ സർക്കിട്ട് ആരംഭിക്കുന്നതിന് വഴിയൊരുക്കുന്നു. തുടക്കത്തിൽ ജപ്പുവിൻ്റെ പെരുമാറ്റം മനസ്സിലാക്കാനും നിയന്ത്രിക്കാനും അമീർ ബുദ്ധിമുട്ടുന്നു. എന്നാൽ അവർ ഒരുമിച്ച് സമയം ചിലവഴിക്കുമ്പോൾ അവർക്കിടയിൽ ഒരു അസാധാരണമായ ബന്ധം വളരുന്നു. ജപ്പുവിൻ്റെ പെരുമാറ്റം കാരണം ഉണ്ടാകാവുന്ന ഗുരുതരമായ പ്രത്യാഘാതങ്ങളും അത് കൈകാര്യം ചെയ്യാനുള്ള മാതാപിതാക്കളുടെ ബുദ്ധിമുട്ടും എടുത്തു കാണിക്കുന്നു ഈ സിനിമയിൽ. ബാലുവും സുഹൃത്തും ജപ്പുവിനെ കാണാനില്ലെന്ന് മനസ്സിലാക്കി രാത്രി മുഴുവൻ തിരക്കുന്നു. ഒടുവിൽ അവനെ തൊട്ടടുത്ത ദിവസം രാവിലെ തന്നെ അവർക്ക് കണ്ടുകിട്ടുന്നു. സിനിമയുടെ അവസാന ഭാഗത്തിൽ 1 വർഷം കഴിഞ്ഞ് ബാലുവും സ്റ്റെഫിയും ജപ്പുവിൻ്റെ 8ാം പിറന്നാളിന് അമീറിൻ്റെ ജോലിസ്ഥലത്ത് പോയി അമീറിനെ ക്ഷണിക്കുന്നതോടെ സിനിമ അവസാനിക്കുന്നു. ഇതുപോലുള്ള മൂവീസ് ആൻഡ് സ്റ്റോറി എക്സ്പ്ലനേഷൻ അറിയാൻ നമ്മുടെ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. താങ്ക് യു ഫ്രണ്ട്സ്.